നമ്മളതിലേക്ക് എൻട്രി ചെയ്യാണ്. ഇതാണ് നമ്മുടെ വൈറ്റ് കാസിൽ. നമ്മുടെ വൈറ്റ് കാസിലുള്ള മാസ്റ്റർ ബെഡ്റൂമാണിത്. ഈ ഷാൻലിയറിൻ്റെ ചോട്ടിലാണ് നമ്മുടെ ഗ്യാതറിങ് ഏരിയ. അപ്പോൾ ഇവിടെ എത്ര വലിയ ഒരു ഫംഗ്ഷൻ വേണമെങ്കിലും നടത്താനുള്ള സ്പേസ് ഇവിടെ ഉണ്ട്, ഹാളിലുണ്ട്. പവർഫുൾ ആയിട്ടുള്ള വെള്ളം ഒഴുകി വരുന്നുണ്ടോ. ഇതാണ് നമ്മുടെ അരിപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ക്രിസ്റ്റൽ ക്ലിയർ വ്യൂ എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഇപ്പോൾ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമോ അറിയില്ല, കാരണം നല്ല ഫോഴ്സിൽ വെള്ളം ഒഴുകി വരുന്നത് കൊണ്ട് പറയുന്നത് കൃത്യമായിട്ട് കേൾക്കാൻ ചാൻസ് കുറവാണ്. ഹലോ, നമസ്കാരം. പീപ്പിൾ ആൻഡ് പ്ലേസസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് കുറച്ച് സ്പെഷ്യലാണ്. എന്താ സ്പെഷ്യൽ എന്നറിയോ? ഈ കാണുന്നത് തന്നെ നമ്മുടെ വൈറ്റ് കാസിൽ. ഇപ്പം നമ്മൾ നിൽക്കുന്നത് തിരുവമ്പാടിയിലുള്ള വൈറ്റ് കാസിലിന് മുമ്പിലാണ്. തിരുവമ്പാടി എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, തൃശ്ശൂർ ഒന്നുണ്ട്, കോഴിക്കോട് ഒന്നുണ്ട്. ഞാൻ നിൽക്കുന്നത് നമ്മുടെ കോഴിക്കോട്ടെ തിരുവമ്പാടിയിലാണ്. തിരുവമ്പാടി എന്ന് പറയുമ്പോൾ ആനക്കാമ്പോയിൽ, മുത്തപ്പമ്പുഴ, പുല്ലൂരമ്പാറ, ഈ ഒരു സ്ഥലപ്പേരുകളൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു തിരുവമ്പാടിയിലാണ്. തിരുവമ്പാടി ടൗണിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ മാറിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് വൈറ്റ് കാസിൽ. ഇതിൻ്റെ ഒരു പ്രത്യേകതകളും ഇതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഞാൻ പങ്കുവെക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഈ ലൊക്കേഷൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറയാം. ഇവിടുന്ന് ഒരു 15 മിനിറ്റ്സ് ഡ്രൈവാണ് നമ്മുടെ അരിപ്പാറ വാട്ടർഫാൾസിലേക്ക്. കേട്ടിട്ടുണ്ടാവുമല്ലോ, അരിപ്പാറ വെള്ളച്ചാട്ടം, അതുപോലെ തന്നെ മറിപ്പുഴ. ഈ 2 സ്ഥലങ്ങളും എക്സോട്ടിക് ആയിട്ടുള്ള 2 ഡെസ്റ്റിനേഷനും നമ്മുടെ ഈ പ്രോപ്പർട്ടീൻ്റെ വളരെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത്, എന്തൊക്കെ കാഴ്ചകളാണ് ഇവിടെ ഉള്ളത്, ഇത്തരം വിശേഷങ്ങളൊക്കെയാണ് ഞാൻ ഈ പീപ്പിൾ ആൻഡ് പ്ലേസസിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നത്. അപ്പോൾ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് വിശേഷങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് നമ്മുടെ ഡെസ്റ്റിനേഷനായിട്ടുള്ള വൈറ്റ് കാസിലിന് മുമ്പിലാണ്. ഓക്കെ, അപ്പോൾ വൈറ്റ് കാസിൽ നമുക്ക് എന്തൊക്കെയാണ് കാത്തു വെച്ചിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. നമ്മളതിലേക്ക് എൻട്രി ചെയ്യാണ്. ഇതാണ് നമ്മുടെ വൈറ്റ് കാസിൽ. എങ്ങനെയുണ്ട്? ശരിക്കും ഒരു കാസിൽ തന്നെയല്ലേ. നമുക്ക് ചുറ്റുപാട് മരങ്ങളുണ്ട്, മൃഗാദികളുടെ സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ മോർണിംഗ് ആണ് ഇവിടെ എത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വൈറ്റ് കാസിൽ അവിടെ ഗാംഭീര്യത്തോടു കൂടി നിൽക്കുന്നുണ്ട്. ഏത് തരം ഇവൻ്റ് ആണെങ്കിലും, ഇപ്പോൾ ഫാമിലി ഗ്യാതറിങ് ആണെങ്കിലും, ഫ്രണ്ട്സിൻ്റെ ഒരു ഗെറ്റ് ടുഗദർ ആണെങ്കിലും, സ്കൂൾ ഗെറ്റ് ടുഗദർ ആണെങ്കിലും ഒക്കെ നമുക്ക് പറ്റുന്നൊരു സ്പോട്ടാണിത്. നമുക്ക് വൈറ്റ് കാസിലിൻ്റെ അകം കാണാം. ഓക്കെ, നമ്മൾക്ക് നമ്മുടെ ഒരു ദോസ്ത് ഇവിടെ ഉണ്ട്. അദ്ദേഹം ഇവിടെ റൂമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ എൻട്രി ഹാള്. ഇവിടെ ഇപ്പോൾ നമ്മളൊരു ഗെറ്റ് ടുഗദറൊക്കെ നടക്കുന്ന സമയത്താണെങ്കിൽ നമുക്കിവിടെ ഇരിക്കാൻ പറ്റും. എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഗ്യാദർ ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണിത്. ഇതിൻ്റെ മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ, ബാൽക്കണി നോക്കുകയാണെങ്കിൽ ഇവിടെയും വിശാലമായിട്ടുള്ള ഏരിയ ഉണ്ട്. നിങ്ങൾക്ക് ഇരുന്ന് കാണാനും എന്തെങ്കിലും പ്രോഗ്രാമൊക്കെ ആണെങ്കിൽ ആസ്വദിക്കാനും ഒക്കെ പറ്റിയ ഒരു ഏരിയ ഇവിടെ ഉണ്ട്. ഹാളിൽ നിന്ന് നമുക്കിനി നേരെ ബാൽക്കണിയിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ സ്റ്റെയർ കേസ്. നല്ല അടിപൊളി കിടിലൻ സ്റ്റെയർ കേസാണ്. ഇവിടെ നമ്മൾ കയറി എത്തുന്നത് ഈ പറഞ്ഞ പോലത്തെ ഒരു വ്യൂവിലേക്കാണ്. അതായത് നല്ലൊരു ഷാൻലിയർ ഇവിടെ തൂക്കിയിട്ടിരിക്കുന്നത് കാണാം. ഇവിടെ നമുക്ക് നോക്കിയാൽ താഴെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഇപ്പോൾ എന്തെങ്കിലും ഒരു മെഹഫിലോ ഒക്കെ നമുക്ക് ഇന്നൊരു മെഹഫിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയൊക്കെ ഇരിക്കാനുള്ള സൗകര്യം കൂടി നമുക്കിവിടെ ഉണ്ട്. കണ്ടോ, ഇവിടെ നമ്മൾ നോക്കിയാൽ നമുക്ക് കാഴ്ചകളൊക്കെ അതിമനോഹരമായിട്ട് കാണാൻ പറ്റും. ഞാൻ ഈ ഷാൻലിയറിൻ്റെ ഭംഗി ഒന്ന് ആസ്വദിക്കട്ടെ. ആഹാ, മാർവലസ്. ഈ മനോഹരമായ ഷാൻലിയറല്ലേ, ആഹാ. ഇതിൻ്റെ ലൈറ്റിൽ രാത്രി നമുക്കിവിടെ ഇങ്ങനെ ഗ്യാദർ ചെയ്തിട്ട് നമ്മുടെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാനുള്ളൊരു ഏരിയ ആണിത്. കണ്ടോ, ഈ ഒരു കോമൺ ഏരിയയിൽ വന്നിട്ട് നമുക്ക് ഗ്യാദർ ചെയ്താൽ എല്ലാവർക്കും പരസ്പരം കാണാനും അവരുടെ വിശേഷങ്ങൾ പങ്കുവെക്കാനൊക്കെ പറ്റും. ഓക്കെ, ഇതാണ് നമ്മുടെ ബാൽക്കണി ഏരിയ. ഓക്കെ, ഇവിടെ വന്ന് ഈ ഒരു ഫ്രഷ്നെസ്സിൽ ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ ഒരുപാട് പക്ഷികളുടെ സൗണ്ടൊക്കെ കേട്ട് നല്ല ഫ്രഷ് എയർ ബ്രീത്ത് ചെയ്തിട്ട് നമുക്കിങ്ങനെ ആസ്വദിക്കാൻ പറ്റും. ഓക്കെ, കണ്ടോ, ഇവിടുത്തെ വ്യൂ ആണ് ബാൽക്കണിയിൽ ഇരുന്നുകൊണ്ടുള്ള വ്യൂ. അവിടെ ഒരുപാട് പേർക്ക് ഇങ്ങനെ ഇരിക്കാൻ, രാത്രിയൊക്കെ വന്നിട്ട് വേണമെങ്കിൽ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് കഥ പറയാനൊക്കെ പറ്റുന്ന ഒരു ഏരിയ ആണിത്. കണ്ടോ, പക്ഷികളൊക്കെ പാറി കളിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഗാർഡനിൽ. അപ്പോൾ കണ്ടോ, ഗാർഡനിൽ നമ്മൾ വെച്ചിരിക്കുന്നത് ബഫലോ ഗ്രാസ് ആണ്, അല്ലാതെ നമ്മൾ ലോൺ വെച്ചിട്ടില്ല. കുറച്ചുകൂടി നാച്ചുറൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ബഫലോ ഗ്രാസ് തന്നെ വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഒരു വ്യൂ കേട്ടോ. വൈറ്റ് കാസിലിൻ്റെ ബാൽക്കണി എന്നാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം. നമ്മുടെ വൈറ്റ് കാസിലുള്ള മാസ്റ്റർ ബെഡ്റൂമാണിത്.
ഇവിടെ എല്ലാ എമ്യൂണിറ്റീസും ഉണ്ട്. AC ഉണ്ട്, അതുപോലെ തന്നെ TV ഉണ്ട്, ബാത്റൂമൊക്കെ അടിപൊളി സെറ്റപ്പിൽ ബാത്റൂമും വാർഡ്രോബും എല്ലാം ഉണ്ട്. ഒരു നല്ല ഫിനിഷിംഗ് ഉള്ള ഒരു ബെഡ്റൂമാണ്, നല്ല സ്പേഷ്യസ് ആണ്. അപ്പോൾ ഒരു ഗ്യാങ് ആയിട്ട് വന്ന ഒരു 4 ആൾക്കൊക്കെ ഈസി ആയിട്ട് ഇതിൻ്റെ മുകളിൽ കിടക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ 2 ആൾക്കാണെങ്കിൽ 2 ആൾക്കും കിടക്കാം. അടിപൊളി സെറ്റപ്പ് തീർത്തിട്ടുള്ള ഒരു മാസ്റ്റർ ബെഡ്റൂമാണ്. നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂമാണിത്. കണ്ടോ എത്ര സ്പേഷ്യസ് ആ നോക്കിക്കേ. അപ്പോൾ ഒരു ഗ്രൂപ്പൊക്കെ വന്നാൽ ഇവിടെ വിശാലമായിട്ട് കിടക്കാനുള്ള സൗകര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇതായത് ഈ ഒരു ബെഡ് മാത്രമല്ല, നമുക്ക് എക്സ്ട്രാ മാട്രസസ് പ്രൊവൈഡ് ചെയ്തിട്ട് നിലത്ത് കിടക്കാനും, ഒരു ഗ്രൂപ്പായിട്ട് 10 ആൾക്കാരൊക്കെ വരുന്ന സമയത്ത് ഈ ഒരു ബെഡ്റൂമിൽ തന്നെ എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന അത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണിത്. കണ്ടോ ഇവിടെ വാർഡ്രോബ് ഉണ്ട്, അതുപോലെ തന്നെ ഡ്രസ്സിങ് ഏരിയ ഉണ്ട്, പിന്നെ ബാത്റൂം ആണ് സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു ബാത്റൂം സെറ്റപ്പും. ഇവിടെ നമ്മൾ കിച്ചണാണ്. ഇവിടെ സ്പേഷ്യസ് കിച്ചണും ഉണ്ട്, നല്ല നീറ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ഫ്രിഡ്ജ് ഉണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, മിക്സർ ഗ്രൈൻഡർ ഉണ്ട്. പിന്നെ കണ്ടോ നമുക്ക് ചിക്കനൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് രാത്രിയൊക്കെ വന്നിട്ട് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രില്ല് ഇവിടെ ഉണ്ട്. അതുപോലെ അത്യാവശ്യം വേണ്ട ഗ്യാസ് ഉണ്ട്, എല്ലാ സാധനങ്ങളും. പിന്നെ പഞ്ചസാര സംഭവങ്ങളൊക്കെ, അത് ചായപ്പൊടി, പഞ്ചസാര, ഇത്തരം സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എല്ലാം ഗ്ലാസ് ഉണ്ട്, അതുപോലെ തന്നെ പ്ലേറ്റ്സ്, എല്ലാ സംഭവങ്ങളും ഇവിടെ സെറ്റാണ്. ഇങ്ങോട്ട് വന്നാൽ മതി ഫാമിലി ആയിട്ട്, ബാക്കി എല്ലാ സംഭവങ്ങളും ഇവിടെ എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്ന, നമ്മുടെയൊക്കെ ഗസ്റ്റൊക്കെ ഇങ്ങനെ തളർന്നിങ്ങനെ കിടക്കുകയാണ് ഇവിടെ. ബാക്കിയുള്ള അന്തേവാസികളൊക്കെ നല്ല ഉറക്കത്തിലാണ്. ഇറ്റ്സ് ഏർലി മോർണിംഗ് നാവ്. അപ്പോൾ ഇവിടുത്തെ ഒരു ആംബിയൻസ് ഉണ്ടല്ലേ, ഭയങ്കര കാം, ക്വയറ്റ്, ആരുമില്ല. ഓക്കെ, എഴുന്നേറ്റ് വരുന്നേ ഉള്ളൂ പ്രപഞ്ചം മുഴുവനും. കുറേ പക്ഷികൾ ഇവിടെ, ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് ബേർഡ്സ് ഇവിടെ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വരാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ കുറേ പേരൊക്കെ ആവട്ടെ, കുറേ പഴങ്ങൾ ബേർഡ്സിന് വേണ്ടി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബേർഡ്സ് ഇഷ്ടം പോലെ വരാറുണ്ട് എന്നാണ് പറഞ്ഞത്. ഈ വാഴത്തോപ്പിൻ്റെ അരികിലൂടെ ഇങ്ങനെ നടന്നിട്ട് കണ്ട സ്റ്റെപ്പ് ഉണ്ട്. ഒരു നാച്ചുറൽ പൂളുണ്ട് ഇവിടെ, കുറേ കാലം പഴക്കമുള്ളൊരു പൂളാണിത്. ഇത് ഇപ്പോൾ അവർ സെറ്റ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ വൃത്തിയാക്കിയിട്ടില്ല, ഇതൊന്ന് വൃത്തിയാക്കി എടുത്താൽ, കാരണം ഇത് നല്ല ആഴുണ്ട്, 3 ആളുടെ ആഴുണ്ട്. സോ ആ ആഴൊക്കെ ഒന്ന് കുറച്ച് ഒന്ന് പെയിൻ്റൊക്കെ ചെയ്ത് കുട്ടപ്പനാക്കി എടുക്കാൻ പോവാണ്. അപ്പോൾ അടുത്ത പ്രാവശ്യം ഇവിടെ സ്റ്റേ ചെയ്യാൻ വരുന്ന സമയത്ത് ഈ ഒരു പൂളും കൂടി സെറ്റ് ആവുമെന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. രാവിലെ തന്നെ ഒരു കുളിക്ക് ഇറങ്ങിയതാണ്. ഇത് നമ്മുടെ പ്രോപ്പർട്ടിയിലുള്ള ഒരു പൂളാണ്. പൂൾ എന്ന് പറയാം. ഓക്കെ, കാരണം നാച്ചുറൽ പൂൾ അവിടെ ഉണ്ട്, പക്ഷെ അത് ഭയങ്കര ആഴമുള്ളതുകൊണ്ട് അവിടെ ഇറങ്ങുന്നത് സേഫ് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ ഇറങ്ങിയതാണ്. ഇവിടെ കുട്ടികൾക്കും അതുപോലെ പിന്നെ മുതിർന്ന ആൾക്കാർക്കൊക്കെ ജസ്റ്റ് ഒന്ന് നീരാടണം തോന്നുകയാണെങ്കിൽ ഇങ്ങോട്ട് ഇറങ്ങിയാൽ മതി. ഇവിടെ രാത്രിയോ പകലോ എപ്പോൾ വേണമെങ്കിലും ഇറങ്ങാം. 24 hours ഇതിൽ ഫുൾ വെള്ളം ഉണ്ടാവും. ഇപ്പോൾ കുറച്ചുകൂടി വെള്ളം ഈ ഒരു ലെവലിൽ വരെ നമുക്ക് വെള്ളം എത്തിക്കാൻ പറ്റും. അപ്പോൾ കുട്ടികളെ കൊണ്ടുവരുന്ന ആൾക്കാർക്കൊക്കെ സേഫാണ്, കാരണം ഇവിടെ ഒന്നും അപകടങ്ങളൊന്നും പറ്റാൻ ചാൻസ് ഇല്ലാത്തൊരു ഏരിയ ആണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് രാവിലെ തന്നെ ഈ തണുത്ത വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങിയിട്ടൊരു സാധകമൊക്കെ ചെയ്താൽ, പാട്ട് പാടുന്ന ആൾക്കാർക്കൊക്കെ ഇവിടെ ഇങ്ങനെ കഴുത്തറ്റം വെള്ളത്തിൽ ഇങ്ങനെ ഇറങ്ങി നിന്നിട്ട് സാധകം ഒന്ന് ചെയ്താൽ അടിപൊളിയായിരിക്കും. ഞാൻ നീന്തി നോക്കട്ടെ കേട്ടോ, എന്നിട്ട് ഞാൻ വിശേഷങ്ങൾ പറഞ്ഞു. അപ്പോൾ നല്ല തണുപ്പ് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ എന്നെ ഫുള്ള് ആകെ നനഞ്ഞാൽ കുളിരില്ല എന്നല്ല, ഞാൻ ആകെ നനഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് കുളിരുന്നത്. അപ്പോൾ എനിക്കിവിടെ ഒരു നല്ല ഹോട്ട് ബ്ലാക്ക് ടീ സെർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തണുപ്പത്ത് ഈ ബ്ലാക്ക് ടീ കുടിച്ചാൽ നല്ല സുഖമായിരിക്കും, അടിപൊളി. അപ്പോൾ ഈ തണുപ്പിനെ ഒന്ന് അകറ്റാൻ വേണ്ടിയിട്ട് ഒരു ബ്ലാക്ക് ടീ കഴിച്ചിട്ട് നീന്താൻ തുടങ്ങാം. അടിപൊളി. ഇതുപോലെ കുട്ടികളുടെ ഹൈറ്റിനനുസരിച്ച് വെള്ളം ക്രമീകരിച്ചിട്ട് അപകടമൊന്നും കൂടാതെ കുട്ടികൾക്ക് മാക്സിമം എൻജോയ് ചെയ്യാനുള്ള ഒരു അവസരം കൂടി വൈറ്റ് കാസിലുണ്ട്. കിട്ടിയോ? നിന്നെ കിട്ടുന്നുണ്ടോ? ഇത് ഒരു എന്താ പറയുക, പൂളൊന്നും അല്ലെങ്കിലും കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ ഇത് ധാരാളമാണ്. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇത് പെയിൻ്റൊക്കെ അടിച്ച് ഒന്ന് കുട്ടപ്പനാക്കി എടുത്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ടോ കുട്ടികളുടെ മുഖത്തേക്കൊക്കെ അവർ എത്രമാത്രം എൻജോയ് ചെയ്യുന്നുണ്ടെന്ന്, അതല്ലേ നമുക്ക് വേണ്ടത്. അടിപൊളി. അങ്ങനെ കുളിച്ചും കളിച്ചും സമയം പോയത് അറിഞ്ഞില്ല കേട്ടോ. രാത്രി ആയപ്പോൾ ദാ ക്രിസ്മസ് സ്റ്റാറിനൊക്കെ തൂക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വേറൊരു കൗതുകകരമായ കാര്യം കാണിച്ചു തരാം. ഇവിടെ വേറെ എന്തോ ഒരു സംഭവം നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്, എന്താ നോക്കാം. ഇവിടെ ഒരു മെഹഫിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. And we can see that.
മെഹഫിലൊക്കെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾക്ക് പാടാനൊരു അവസരം തന്നിട്ടാ. അപ്പം ഞങ്ങൾ അതിൻ്റെ ഒരു തർക്കത്തിൽ ആര് പാടും എന്നുള്ള ഭയങ്കര ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഏതായാലും അവസാനം ഞങ്ങളുടെ സംഗീത റാണി തന്നെ പാട്ടുമായി വന്നു. മെഹഫിൽ അങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിശപ്പും എല്ലാവർക്കും തുടങ്ങിയിട്ടുണ്ട്. അടുക്കളയിൽ സെർവിങ്ങിന്റെ സമയമായിട്ടുണ്ട്. അടിപൊളി കിട്ടിലും ഫുഡ് റെഡിയാണ്. അപ്പോൾ ഞങ്ങൾ ഇനി ഭക്ഷണം കഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് കുളിക്കാനൊക്കെ ഇറങ്ങി, കുറച്ചുകൂടി കഴിഞ്ഞിട്ടൊന്ന് കിടന്നുറങ്ങി അതിരാവിലെ നമുക്ക് അരിപ്പാറ പോകാനുണ്ട്. അപ്പോൾ അതിന്റെ പ്രിപ്പറേഷനും കൂടി നടക്കുകയാണ്. അപ്പോൾ ഇപ്പം ഞാൻ തൽക്കാലം വിട പറയട്ടെ, കുറച്ച് കഴിഞ്ഞിട്ട് ഓടി വരാട്ടോ രാവിലെ. അപ്പോൾ നമ്മൾ വൈറ്റ് കാസിലിൻ്റെ ഉള്ളും പുറമൊക്കെ കണ്ടില്ലേ അടിപൊളിയായിട്ടില്ലേ? ഇതിൻ്റെ സെറ്റപ്പ് ആംബിയൻസ് ഒക്കെ ഭയങ്കര മനോഹരമായിട്ട് തോന്നുന്നില്ലേ? അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ താമസിക്കണമെന്ന് ആഗ്രഹം തോന്നുകയാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിൽ ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മതി. അട്രാക്റ്റീവ് പാക്കേജസ് ആണ്. അപ്പോൾ ഇത്രയും വലിയ പ്രോപ്പർട്ടി ആണല്ലോ, കോടിക്കണക്കിന് ആസ്തിയുള്ള പ്രോപ്പർട്ടി ആണല്ലോ എന്ന് വിചാരിച്ച് പേടിക്കേണ്ട. വളരെ അഫോർഡബിൾ റേറ്റിൽ നിങ്ങൾക്ക് ഇവിടെ സ്റ്റേ ഒരുക്കാൻ നമ്മൾ ഒരു വലിയ പാക്കേജ് റെഡിയാക്കിയിട്ടുണ്ട്, ഒരു സ്പെഷ്യൽ പാക്കേജ് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ ആ നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൾ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങളുടെ ഫാമിലി ഗ്യാതറിംഗ് ആവട്ടെ, ഫ്രണ്ട്സിൻ്റെ ഗ്യാതറിംഗ് ആവട്ടെ, സ്കൂൾ ഗ്യാതറിംഗ് ആവട്ടെ, എന്താണെങ്കിലും ഒരു 10-50 ഉള്ളിലുള്ള ഏതൊരു പാക്കേജും നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ ഫാമിലി മീറ്റ് ഏകദേശം ഇപ്പോൾ ഫിനിഷ് ആവാനായിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ അരിപ്പാറ വാട്ടർഫോൾസിലേക്കാണ് പോകുന്നത്. ഞാൻ പറഞ്ഞില്ലേ, അരിപ്പാറ ഇവിടുന്ന് ഒരു 15 മിനിറ്റ് ഡ്രൈവേ ഉള്ളൂ അരിപ്പാറയിലേക്ക്. അപ്പോൾ അരിപ്പാറയിൽ പോയിട്ടൊന്ന് കുളിക്കാനും അതുപോലെ തന്നെ ആ കാഴ്ചകൾ കാണാനും ഒക്കെ ആയിട്ട് നമ്മൾ ഇറങ്ങുകയാണ്. അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ വൈറ്റ് കാസിലിനോട് വിട പറയാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം സ്റ്റേ ചെയ്താൽ നിങ്ങൾക്ക് എന്തായാലും രണ്ടാമത് ഇവിടെ വന്ന് നിൽക്കാൻ തോന്നുന്നുള്ളത് യാതൊരു സംശയമില്ല. ഓക്കെ, അപ്പോൾ വീണ്ടും വൈറ്റ് കാസിലേക്ക് തന്നെ വരാം എന്നുള്ളൊരു പ്രത്യാശയോടുകൂടി നമ്മൾ ഇവിടുന്ന് തൽക്കാലം വിട പറയുകയാണ്. ഓൾറൈറ്റ്, ഇവിടെ എഴുതി വെച്ചതുണ്ട് അപകട മേഖല, ഡേഞ്ചറസ് സോണാണ്. ഓൾറെഡി ഇവിടെ 23 പേർ ഇപ്പോൾ ഓൾറെഡി മരിച്ചിട്ടുണ്ട്. എത്ര പറഞ്ഞാലും ആൾക്കാർ കേൾക്കില്ല. ഏത് മഴക്കാലത്ത് ഇതിപ്പോൾ 23 എന്ന് എഴുതിയത് കുറേ കാലം മുമ്പായിരിക്കും. അപ്പോൾ അതിനും കൂടിയിട്ടുണ്ടാവാനേ ചാൻസ് ഉള്ളൂ. അപ്പോൾ അത്രയും ഡേഞ്ചറസ് സോണും കൂടിയാണിത്. അപ്പോൾ ഇറങ്ങുന്ന സമയത്ത് എല്ലാവരും ശ്രദ്ധിക്കണം. നല്ല വഴുക്കുള്ള റോക്സ് ആയിരിക്കും. അപ്പോൾ അതിൽ അപകടം പറ്റുന്നുള്ളത് ഷുവറാണ്. അപ്പോൾ ശ്രദ്ധിക്കണം. ഇത് പുതിയൊരു സ്കൈ വാക്കാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സ്കൈ വാക്ക് ഒന്ന് എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കണേ. ഇതാണ് നമ്മുടെ അരിപ്പാറയിലുള്ള സ്കൈ വാക്കാണിത്. ഇതിപ്പോൾ കുറച്ച് റീസെൻ്റ് ആയിട്ട് തുടങ്ങിയിട്ടുള്ളതാണ്. നമുക്ക് വാട്ടർഫോളിൻ്റെ ആ ഒരു ഭംഗി സാധാരണ നമുക്ക് അത് ദൂരത്തുനിന്നല്ലേ കാണാൻ പറ്റൂ. ഇത് അടുത്തുനിന്ന് വാട്ടർഫോളിൻ്റെ ഭംഗി കാണാൻ പറ്റുന്ന ഒരു സെറ്റപ്പാണിത്, ഈ സ്കൈ വാക്ക് എന്നുള്ളത്. അടിപൊളിയാണ്. കണ്ടോ, ഇവിടുന്ന് നിങ്ങൾക്ക് വാട്ടർഫോളിൻ്റെ നല്ല ക്ലിയർ വ്യൂ നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് കാണാൻ പറ്റും. കണ്ടോ, അതങ്ങനെ കുറച്ച് നീളമുള്ളൊരു ബ്രിഡ്ജാണിത്. ആൾക്കാർ താഴെ കുളിക്കുന്നുണ്ട്. കുളിക്കുന്നതിന് ഇപ്പോൾ വലിയ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. അപ്പോൾ മഴ അധികം ഇല്ലാത്തതുകൊണ്ടാണ് ഇറങ്ങാൻ പറ്റുന്നത്. ഞാനത് താഴെ ഇറങ്ങിയിട്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് എങ്ങനെയാണെന്ന്. കണ്ടോ, ഇവിടെ നല്ല പവർഫുൾ ആയിട്ടുള്ള വെള്ളം ഒഴുകി വരുന്നത് കണ്ടോ. ഇതാണ് നമ്മുടെ അരിപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ക്രിസ്റ്റൽ ക്ലിയർ വ്യൂ എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഇപ്പോൾ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമോ എന്നറിയില്ല, കാരണം നല്ല ഫോഴ്സിൽ വെള്ളം ഒഴുകി വരുന്നത് കൊണ്ട് പറയുന്നത് കൃത്യമായിട്ട് കേൾക്കാൻ ചാൻസ് കുറവാണ്. ഇതാണ് നമ്മുടെ സ്കൈ വാക്ക്. ഓക്കെ, ആ സ്കൈ വാക്ക് ഉണ്ട്. എന്ത് രസമുണ്ടല്ലേ. നമ്മുടെ മലേഷ്യയിലും അതുപോലെ തായ്ലൻഡിലും ഇന്തോനേഷ്യയിലൊക്കെ ചെയ്യുന്ന പോലത്തെ ഒരു സിസ്റ്റമാണ് ഇവിടെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. കണ്ടോ, നമുക്ക് ഈ വാട്ടർഫോളിൻ്റെ അടിയിലേക്ക് ഇറങ്ങി വരാനുള്ള സൗകര്യമുണ്ട്. അതേസമയം മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരാൻ പേടിയുള്ളവർക്ക് മുകളിൽ നിന്ന് കാഴ്ചകൾ കാണാനുള്ള
സൗകര്യമുണ്ട്. ഇവിടെയൊക്കെ കണ്ടോ കുറേ വെള്ളം ഇങ്ങനെ കെട്ടിവെക്കുന്ന കഴിഞ്ഞ മഴക്കാലത്തുള്ള ഇവിടെയൊക്കെ കുളിക്കാൻ വന്നിട്ടുള്ള ആൾക്കാരുടെയൊക്കെ നീരാട്ടും തേരോട്ടമൊക്കെ കഴിഞ്ഞിട്ട് കയറാൻ നിൽക്കുകയാണ് ആളുകൾ. അതുപോലെ തന്നെ ഞാനിപ്പോൾ നിൽക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ വാട്ടർഫോളിൻ്റെ അടുത്തുള്ള ദൃശ്യം. ഞാൻ കുറച്ചും കൂടി ഒന്ന് അടുത്ത് പോയി കാണിച്ചു തരാം. എങ്ങാനും കൈ തെറ്റിയാൽ ഫോൺ ഉണ്ടാവും വെള്ളച്ചാട്ടത്തിൽ, അതുപോലെ തന്നെ കാല് തെറ്റിയാലും ഉണ്ടാവും നമ്മൾ വെള്ളത്തിൽ. പക്ഷെ വെള്ളത്തിൽ വന്നാൽ അത്ര സുഖമൊന്നും ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞില്ലേ 23 ആൾക്കാരാണ് ഇവിടെ മരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് കുറച്ച് ഡേഞ്ചറസ് സോൺ തന്നെയാണിത്. കാണുന്ന സമയത്ത് ഭയങ്കര രസമായിട്ട് തോന്നുമെങ്കിലും അത്ര രസകരമായ ഒരു സംഭവമല്ല ഈ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ. ഈ അരിപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ ഈ വശ്യത കണ്ട ആരും മയങ്ങരുത് കേട്ടോ. കാരണം ഇതിൽ ഒരുപാട് ചതി ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഓക്കെ, ഈ പാറക്കൂട്ടങ്ങളിലൊക്കെ മരണം പതിയിരിക്കുന്നുണ്ട്. അത് ഓർമ്മിച്ചുകൊണ്ട് വേണം ഈ വെള്ളച്ചാട്ടത്തിലേക്ക് വരാനും അത് എൻജോയ് ചെയ്യാനും. ഓക്കെ, എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കണം, എപ്പോഴും. ഓക്കെ, ഇവിടെ നിൽക്കുന്ന സമയത്ത് എന്ത് രസാന്നറിയോ, നല്ല നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ടച്ച് നോക്കട്ടെ. കേട്ടോ, നല്ല തണുത്ത വെള്ളമാണ്. വെള്ളച്ചാട്ടത്തിന്റെ നേരെ താഴെയാണ് പിരിക്കുന്നത് കേട്ടോ. ഇവിടുന്ന് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ താഴേക്ക് പോകുന്നതിൻ്റെ ഒരു വ്യൂ കാണാൻ പറ്റും. ഇത് കണ്ടോ, നമ്മുടെ ഒരു റിഫ്റ്റ് പോലെ ഇതൊക്കെയും ഇത്രയും വലിയ പാറകളൊക്കെ. അതാ ഞാനൊരു സാധനം കണ്ടെത്തി. ഇത് കണ്ടോ, ഹാർട്ട് ഷേപ്പിൽ ആ ഒരു പാറ ഇങ്ങനെ അരിഞ്ഞില്ലാതായത് ഹാർട്ട് ഷേപ്പിലായതാണ് കണ്ടോ. ഇതൊക്കെ ഈ സ്മൂത്തായി കിടക്കുന്നത് എന്താ അറിയോ, ഇത് വെള്ളം ഒഴുകി ഈ ഒരു വലിയ മഴക്കാലത്ത് എന്ന് പറഞ്ഞാൽ ഈ സമയം ഫുള്ളും വെള്ളമായിരിക്കും. ഇവിടെയൊക്കെ ഫുള്ളായിരിക്കും. സ്ലിപ്പറി ആയതുകൊണ്ട് നമുക്ക് ഇവിടെ ഒന്നും ഇറങ്ങാൻ പറ്റില്ലായിരുന്നു. ഇപ്പോൾ ഡിസംബർ ആയതുകൊണ്ടായിരിക്കും. കണ്ടോ, ഇതിൻ്റെ വേറൊരു വ്യൂ ആണ് ഇത്. 2 വെള്ളച്ചാട്ടം, ഒന്ന് ഈ ഭാഗത്തൂടെ ഒഴുകുന്നുണ്ട്, ഒന്ന് ആ ഭാഗത്തൂടെ ഒഴുകുന്നുണ്ട്. 2 ചാട്ടം നമുക്ക് അടുത്ത് കാണാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ ഇടയിലൊക്കെ വീണുപോയാൽ ജ്യൂസ് അടിക്കുന്ന പോലെ ആയിപ്പോവും. അതാണ് പ്രശ്നം. എത്രയോ ആൾക്കാർ ഇവിടുന്ന് ഒലിച്ച് ഇതിൻ്റെ ഉള്ളിൽ വീണിട്ട് ഇവിടുന്നാണ് മരിക്കുന്നത്. അപ്പോൾ ഡേഞ്ചറസ് ആണ്, എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഇത് നമ്മുടെ സ്കൈ വാക്കിൻ്റെ ഈ ഭാഗത്തുനിന്നുള്ള വ്യൂ ആണ് കാണുന്നത്. ഓക്കെ, ഇവിടെ കുറേ ആൾക്കാർ അവരുടെ റിലാക്സിങ് മൊമെന്റ്സ് എൻജോയ് ചെയ്യുന്നുണ്ട്. അവരെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള എൻജോയ്മെന്റിലേക്ക് കടക്കാം. കണ്ടോ, എത്ര ജൈജാൻറ്റിക് റോക്സ് ആണെന്ന് നോക്കിക്കേ. ആനപ്പാറ, സോറി അരിപ്പാറ എന്നല്ല പേര്. അരിപ്പാറ അല്ല, ശരിക്കും ആനപ്പാറ തന്നെയാണ്. വലിയ പാറകളാ. കുട്ടികളാരോ കളിക്കാൻ കൊണ്ടുവന്ന ബലൂണതാ വെള്ളത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുന്നു. നല്ല വെയിലുണ്ട്, അതേസമയം നല്ല കുളിർക്കാറ്റുമുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഭയങ്കര റിലീഫ് ഉണ്ട് മനസ്സിനൊക്കെ. അരിപ്പാറയുടെ അതിമനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളാട്ടോ ഞാൻ നിങ്ങൾക്ക് ഇത്ര റിസ്ക് എടുത്ത് കാണിച്ചു തരുന്നത്. ആളുകളൊക്കെ വിചാരിക്കുന്നുണ്ട് ഞാനിവിടെ കടന്നിട്ട് എന്താ ചെയ്യണമെന്ന്. കണ്ടോ, യാത്രകൾ നമ്മളെക്കാൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് കുട്ടികളാണ്. ഇങ്ങനത്തെ ഓരോ മൊമെന്റ്സ് കാണുന്ന സമയത്ത് വീണ്ടും വീണ്ടും മനസ്സിലാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് ഞാൻ. ഒരുപാട് ചെറിയ ചെറിയ പാറകൾ ഇങ്ങനെ ഇഷ്ടം പോലെ ഇവിടെ ഇങ്ങനെ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. അടിഞ്ഞുകൂടുക മീൻസ് അത് ഓരോ വെള്ളപ്പൊക്കത്തിൽ, സോറി ഈ വലിയ മഴക്കാലത്തൊക്കെ ഇങ്ങനെ പാറ ഇങ്ങനെ ഉരുണ്ട് ഇങ്ങനെ വരുന്നതാ. അങ്ങനെ ഉരുണ്ട് വന്ന് ഇവിടെ അടിഞ്ഞുകൂടിയ പാറകളുടെ ഒരു കൂട്ടമാണ് കാണുന്നത്. ഇത് കണ്ടോ, ഇത് വേറൊരു ഭാഗം. ഇവിടെ ആൾക്കാർ കുളിക്കുന്നുണ്ട്. ഓക്കെ, ഇത് കണ്ടോ, ഇത് പാറന്റെ മുകളിലുള്ള പായലാണ്. നല്ല പ്രിന്റ് ചെയ്തിട്ടുള്ള പാറ്റേൺ പോലെ ഉണ്ട്. അത് നമ്മൾ വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അതിന്റെ കളർ കണ്ടോ, നല്ല പേർപ്പിൾ കളറിൽ ആരെങ്കിലും ഡിസൈൻ ചെയ്ത് വെച്ച പോലെ ഉണ്ടോ വെള്ളത്തിൽ ഇങ്ങനെ കാണുന്നത്. ഇതൊക്കെ പായലിന്റെ പാറ്റേൺസ് ആണ് കേട്ടോ. ഇഷ്ടം പോലെ ഉണ്ട്, നല്ല പേർപ്പിൾ കളറിൽ. അത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ. കണ്ടോ, ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെയൊക്കെ കണ്ടോ, ഇവിടെയൊക്കെ ആ ഒരു പാറ്റേൺ പ്രിന്റ് ചെയ്ത് വെച്ച പോലെ കാണുന്നില്ലേ, നല്ല രസമുണ്ട്. അതൊക്കെ നേച്ചറിന്റെ പ്രിന്റിംഗ് ആണ്, നമ്മളാരും പ്രിന്റ് ചെയ്ത് വെച്ചതല്ല. ഇത് ഈ പ്രിന്റിംഗ് ഒക്കെ കാണണമെങ്കിലേ അരിപ്പാറയിലേക്ക് പോന്നോളൂ. അങ്ങനെ അരിപ്പാറയിലുള്ള കാഴ്ചകളൊക്കെ ഒപ്പി ഞങ്ങൾ വീണ്ടും വൈറ്റ് കാസ്റ്റിലേക്ക് തന്നെ പോകും. എൻ്റെ ഒരാളിങ്ങനെ നിസ്കരിക്കുകയാണ്. ഏതൊരു സമയത്തും ദൈവത്തെ ഓർക്കണം എന്നുള്ളൊരു മെസ്സേജ്. അങ്ങനെ ഞങ്ങൾ ഏതായാലും തിരിച്ച് വൈറ്റ് കാസ്റ്റിലേക്ക് പോട്ടെ. അപ്പോൾ അരിപ്പാറ വാട്ടർഫാൾസിലെ കുളിയും തേവാരൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാവരും കൂടി തിരിച്ചെത്തിയതാണ്. അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല തണുത്ത വെള്ളം, ആ ഒരു നേച്ചറിൻ്റെ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ അത് എവിടെയും കിട്ടില്ല. നല്ല ഫ്രഷ് എയർ ബ്രീത്ത് ചെയ്യാനൊക്കെ പറ്റുന്ന അടിപൊളി ഒരു സ്ഥലമാണ് അരിപ്പാറ. മറിപ്പുഴയ്ക്ക് ഞങ്ങൾ കയറിയിട്ടില്ല. ഇനി നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് മറിപ്പുഴയൊക്കെ പോയിട്ട് ഒന്നുകൂടി അടിച്ച് പൊളിക്കാം. അപ്പോൾ ഇവിടെ വൈറ്റ് കാസിലെ സ്റ്റേ നമ്മൾ അവസാനിപ്പിച്ച് വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കുക, നമ്പറുണ്ട്. ഇതിനേക്കാളും അടിപൊളിയായിട്ടുള്ള സ്റ്റേ നിങ്ങൾ വന്നിട്ട് ആഘോഷിച്ചിട്ട് അർമാദിച്ചിട്ട് തിരിച്ചു പോവുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത എപ്പിസോഡിൽ ഇതുപോലത്തെ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ ഒരു പ്ലേസോ അല്ലെങ്കിൽ ഒരു ആളെയോ നമുക്ക് പരിചയപ്പെടാം. അതുവരെയും എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. ഓൾറൈറ്റ്.
ടേക്ക് കെയർ.